പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ രോഗികൾ, പീഡിതരെ, മാനസിക സംഘർഷം അനുഭവിക്കുന്നവരെ, ഡിപ്രഷൻ അനുഭവിക്കുന്നവരെ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവിടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവരെ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെയും ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നിനക്ക് ദൈവസന്ധിപ്പും സൗഖ്യം ലഭിക്കട്ടെ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ നമ്മൾ ഈ ദിവസങ്ങളൊക്കെ എടുക്കുന്ന ഒരൊറ്റ സബ്ജക്റ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസ ദാരിദ്ര്യം ഉണ്ടായാൽ എന്ത് ചെയ്യും, പ്രാർത്ഥന ശൈത്യം ഉണ്ടായാൽ എന്ത് ചെയ്യും, ആത്മീയ മരവിപ്പുണ്ടായാൽ എന്ത് ചെയ്യും. അതാണ് നമ്മുടെ ചോദ്യങ്ങൾ. ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യുക വെച്ചാൽ അതിന് ഓരോരോ ഘട്ടന ഇന്നലെ മെനയെന്നൊന്ന് പറഞ്ഞ് ഇന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? ഇന്ന് പറയണത് ഈ ചില കാര്യങ്ങളെ തിരിച്ച് കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത സ്ഥലത്ത് കർത്താവിൻ്റെ നാമത്തിൽ കൊടുക്കാൻ പറയും, തിരിച്ച് കിട്ടാത്ത സ്ഥലത്തേക്ക് കൊടുക്കാൻ പറയും. അപ്പം നമുക്ക് എപ്പോഴെങ്കിലും ഒരു ആത്മീയ മരവിപ്പ് വന്ന് പ്രാർത്ഥന ശൈത്യം വന്ന് അപ്പം അങ്ങനെയൊക്കെ വന്നാൽ ഒരു ഫെയ്ത്ത് ഫ്രിജിഡിറ്റി, വിശ്വാസ മരവിപ്പ് എന്ന് പറയും, വിശ്വാസ മരവിപ്പ്. അങ്ങനെയൊക്കെ വന്ന് നമ്മളിനി എന്ത് പ്രാർത്ഥിക്കാനാണ്, ആരോട് പ്രാർത്ഥിക്കാനാണ്, പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ അതിനർത്ഥം നമുക്ക് ഇപ്പോൾ നമ്മൾ എന്ത് പ്രശ്നം, നമ്മൾ ബൈക്ക് ഓടിക്കത്തില്ലേ, ബൈക്ക് ഓടിക്കുമ്പോൾ എല്ലാ ബൈക്കിലും എന്താ സംഭവം, കുറച്ച് കഴിയുമ്പോൾ റിസർവയർ എന്നല്ലേ, റിസർവയർ അങ്ങനെ സംഭവമില്ല ഇതിൻ്റെ അകത്ത്, നമ്മളുടെ പെട്രോൾ ടാങ്കിൻ്റെ അകത്ത് തന്നെ റിസർവ് ചെയ്തിരിക്കുന്ന ഓയിൽ. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു 40 ഒരു ലിറ്റർ അടിച്ചെന്ന് വിചാരിച്ചോ, ലിറ്റർ ഇപ്പോൾ 1.20 എത്ര രൂപയാണ്. അപ്പം 1 ലിറ്റർ പെട്രോൾ അടിച്ചാൽ 2 ലിറ്റർ പെട്രോൾ അടിച്ചെന്ന് വിചാരിച്ചോ. അപ്പം നമ്മളിങ്ങനെ യാത്ര ചെയ്യണം ബൈക്കിൽ, നമ്മൾ എണ്ണ അടിക്കാൻ മറന്നു പോയാലും ഉടനെ ആ റിസർവറിയർ അവിടെ കത്തിക്കിടക്കുക, എണ്ണ തീർന്നു. പക്ഷേ ഇനി അടുത്ത പെട്രോൾ പമ്പ് വരെ പോകാനുള്ള എണ്ണ ഈ ടാങ്കിൻ്റെ ഉള്ളിൽ, ടാങ്ക് ഡയറക്റ്റ് വരാത്ത രീതിയിൽ, ബുള്ളറ്റിനൊക്കെ അതുണ്ട്, എല്ലാ ബൈക്കിനൊക്കെ ഉണ്ടോയെന്ന് അറിയത്തില്ല, ആ റിസർവറിലൊക്കെ ഇപ്പോൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ടാങ്കിൽ എണ്ണ തീർന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അവർ താഴേക്ക് ആ റിസർവറിൻ്റെ നോബ് തിരിച്ച് വെച്ചിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ പെട്രോൾ പമ്പ് വരെ ഓടിക്കാനുള്ള വെള്ളം കിട്ടും. ഞാൻ ചോദിക്കട്ടെ, അതും കണ്ട് പെട്രോൾ പമ്പ് കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ടാങ്കിൽ എണ്ണയും തീർന്ന് റിസർവറിലും തീർന്ന് നമ്മൾ ഓടിച്ചോടിച്ച് പോയിട്ടും പെട്രോൾ പമ്പ് കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ വരണ്ട് കത്തിയിരിക്കും ടാങ്ക്, ഉണങ്ങിയിരിക്കണമെന്ന് പറഞ്ഞു, ടാങ്ക് ഉണങ്ങിയിരിക്കണമെന്ന് പറഞ്ഞു. ചില വീടുകളിലൊക്കെ ഭയങ്കര ഇടിയാണ്, ചേട്ടാനിയന്മാർ, അപ്പനും ചേട്ടനും അനിയനും എല്ലാം കൂടി വണ്ടി ഓടിക്കും. അതിനകത്ത് പിശുക്കന്മാരാരും ഉണ്ടാവും, അപ്പനായിരിക്കത്തില്ല പിശുക്കൻ, മിക്കവരും ഇളയ മകനായിരിക്കും പിശുക്കൻ. അവനും കൊണ്ടേ ചേട്ടൻ്റെ വണ്ടി എടുത്ത് അവനും ഓടിക്കും. അവനും ഓടിച്ചിട്ട് ചേട്ടായി ഓടിക്കുമ്പോൾ ചേട്ടന്മാർക്ക് എപ്പോഴും ഉണ്ടല്ലോ അപ്പനനിയനൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് അവർ ഒരു 1 ലിറ്റർ പെട്രോൾ അടിച്ച് വെച്ചിട്ട് അവൻ പോരത്തുള്ളൂ. ഈ ഇളയവനെ ഒരിക്കലും, ഇളയവൻ്റെ സ്വഭാവം അനുസരിച്ചാൽ പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്നത് ഈ ഇളയന്മാർ ഭയങ്കര വിക്രമന്മാരായിരിക്കും, യവന്മാരടിക്കത്തില്ല. എന്തെങ്കിലും അത്യാവശ്യത്തിന് അപ്പം പുറത്തിറങ്ങി വണ്ടി എടുക്കുമ്പോഴാണ് നോക്കുമ്പോൾ ഉണങ്ങിയിരിക്കണേ കാണാം. ആരാണ്ട് അവസാനം എടുത്ത് ഈ വണ്ടി എടുത്തതെന്ന് ചോദിക്കുമ്പോൾ മറ്റവരപ്പം തന്നെ എടുത്ത് ആ വഴക്ക് കേൾക്കണ അപ്പം മൂത്തവനായിരിക്കും, മറ്റവനറിയാമല്ല, കള്ളത്തരം കാണിച്ചിട്ട് അപ്പത്തിനോട് മുങ്ങിക്കാണും. അപ്പനിപ്പോൾ വണ്ടി എടുക്കും, അപ്പനി വേണ്ടി കിടന്ന് ബഹളം ഉണ്ടാക്കുമെന്ന്. അതെ, അവന് ഇത് വിക്രമം കാണിക്കണവന് എപ്പോഴും നിൽക്കാൻ അറിയാം, പണി കിട്ടണേ എപ്പോഴും. ഇല്ല, അപ്പം ഞാൻ അടിക്ക് വെക്കുമ്പോൾ ഇത്രയും ഉണ്ടായി. അപ്പം ഇങ്ങനെ വന്നാലും ഈ ഉണങ്ങിപ്പോയ ആത്മീയതയിൽ ഈ ഉണക്കമുണ്ട്. പെട്രോൾ ടാങ്ക് ഉണങ്ങുന്നത് പോലെ ആത്മീയതയിലും പ്രാർത്ഥനാ വരൾച്ച ഉണ്ട് ശരിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷൻസ് വന്നാൽ എന്ത് ചെയ്യും? അതാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. അത് ചെയ്യണമെന്ന് പറയണത് അതിനെപ്പോഴും ഓർത്തേക്കണം, അത് ഈശോ റീഫണ്ട് ചെയ്യുന്ന ചില സ്കീംസ് ഉണ്ട്. ദൈവം ഇപ്പം ഇങ്ങനെ ബാങ്ക്രപ്സി ആയിപ്പോയി പെട്രോൾ ടാങ്ക് ഉണങ്ങിപ്പോയാൽ അതിന് ഇൻസെൻറ്റീവ്, ദൈവം നമുക്ക് ഇൻസെൻറ്റീവ് തരുന്ന ചില സ്കീംസ് ഉണ്ട്. ആ സ്കീംസ് അറിയാമെങ്കിൽ അതിലൊരു സ്കീം ഈ ലൂക്കായുടെ സുവിശേഷം 6:35 എടുത്തേ. എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. അതെ, ഇതിൻ്റെ ഇങ്ങനെ ഇതൊരു ഭയങ്കര സാധനമാണിത്. എന്ന് വെച്ചാൽ
നമ്മൾ ബാങ്ക്രപ്സി ആയിപ്പോയി എന്ന് കണ്ടാൽ പിന്നെ ദൈവം ഇവരെ ഒരു ഇൻസെൻറ്റീവ് കൊടുത്ത് ഇവരെ തൽക്കാലത്തേക്ക് ഇവരെ ഇപ്പോൾ വെള്ളപ്പൊക്കം വരുമ്പോൾ നമ്മളെ ക്യാമ്പിൽ കൊണ്ടുപോയേ, അതുപോലെ അവിടെ നമുക്ക് ഹെലികോപ്റ്ററിൽ നിന്ന് വരെ ഭക്ഷണം തരും എന്നും പറഞ്ഞ് എല്ലാ ദിവസവും നമുക്ക് ഹെലികോപ്റ്ററിൽ നിന്ന് ഭക്ഷണം തരുക ഇല്ല. പക്ഷേ ഇത് റിക്കവർ ചെയ്തെടുക്കാനുള്ളൊരു മാർഗ്ഗമാണ്. തിരിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ ഇപ്പോൾ നമ്മൾ ചില ആൾക്കാർക്ക് കൊടുത്താൽ അവർക്ക് നമുക്ക് തിരിച്ചു തരാൻ പറ്റത്തില്ല. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ സദ്യ അത്താഴം മുത്താഴം ഒക്കെ നടത്തുമ്പോൾ നിങ്ങൾ ദരിദ്രരെ വിളിക്കണം. എന്നിട്ട് ഈശോ പറയും അവർക്ക് നിങ്ങൾക്ക് തിരിച്ചു തരാൻ ഒന്നുമില്ല. ലൂക്കാ 14:13. എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക. ലൂക്കാ 14:14. അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും, എന്തെന്നാൽ പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. പ്രത്യേകിച്ച് ഈ അന്ധന്മാരെ സഹായിക്കണം ഇതുപോലെ സംഭവമാണ്. കാര്യം മറ്റുള്ളവർ നമ്മളവരെ ചെയ്യുമ്പോൾ അവരെ സഹായിക്കുന്നവരെ അന്ധന്മാർ മറ്റുള്ളവർ കാണുന്നുണ്ട്. അപ്പോൾ അവർ കൈകൂപ്പും. അന്ധന് കാണാൻ പാടില്ല, എങ്ങോട്ട് നോക്കി കൈകൂപ്പണമെന്ന് അറിയാൻ പറ്റില്ല. ആരോ സഹായിക്കുന്നുണ്ടെന്ന് അറിയാം, പക്ഷേ എങ്ങോട്ട് നോക്കി കൈകൂപ്പണം. അപ്പോൾ നമ്മളിവിടെ നിൽക്കണമെങ്കിൽ അവർ ഇങ്ങോട്ടൊക്കെ കൈപോകും. അതാണ് അവസ്ഥ. അന്ധന്മാരെ സഹായിക്കണത് ഒരു വല്ലാത്ത സഹായമാണ്. എപ്പോഴും നമ്മൾ അന്ധനാകുമ്പോഴേ മനസ്സിലാകത്തുള്ളത്. അത്ര ദൈവത്തോട് നിങ്ങൾ നന്ദിയുള്ളവരാകണം. അല്ല മറ്റ് പല കാര്യങ്ങൾക്കും ദൈവത്തോട് മുമ്പിൽ ദൈവത്തിനെ പ്രതിയായിക്കൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്തില്ലേ, എനിക്ക് ചെയ്തില്ല, ഞാൻ ഇന്ന് എവിടെ ഇരിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ബോളിവുഡ് നടക്കത്തില്ലേ, അതൊന്നും ശരിയല്ല. മറിച്ച് ഓരോ കാര്യങ്ങൾക്കും മറ്റുള്ളവർക്കില്ലാതെ വരുമ്പോഴായിരിക്കും നമുക്കത് ഓർത്തിട്ട് നമ്മൾ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. അപ്പം അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, തിരിച്ചു തരാൻ ഇല്ലാത്ത ആൾക്കാരെയാണ്. തിരിച്ചു തരാൻ ചിലപ്പോൾ ഒരു സ്തുതി പോലും ഉണ്ടാകത്തില്ല. അന്ധന്മാരുടെ ഗുണം അതാണ്, തിരിച്ചു തരാൻ ഒരു സ്തുതി പോലും ഉണ്ടാകാത്ത കാര്യം നമ്മളെ അവർ കാണുന്നില്ല. പക്ഷെ അവർക്ക് മെയിൻ്റനൻസ് ഇല്ലേ അവരുടെ ജീവിതത്തിന്. അപ്പോൾ അത് നമ്മൾ അവർക്ക് കൊടുക്കുമ്പോൾ, ഒരു തണുപ്പത്താണെങ്കിൽ ഒരു പുതപ്പ് കൊടുക്കുമ്പോഴും, ഭക്ഷണം കഴിക്കാൻ കുറച്ച് പൈസ കൊടുക്കുമ്പോഴും, അല്ലെങ്കിൽ അവരെ റീഹാബിലിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് അവരെ കൊണ്ട് ആക്കുമ്പോഴും, അതൊക്കെ എന്താണ് അവർക്ക് തിരിച്ചു തരാൻ അവർക്കൊന്നുമില്ല. പക്ഷേ കർത്താവ് തരും. ഇങ്ങനെയാണ് ഈ സിറ്റുവേഷൻ നമ്മൾ ഫ്രൂട്ട്ഫുള്ളാക്കണത്. അതുകൊണ്ട് എപ്പോഴും ഉടമ്പടിയുടെ പെർസ്പെക്റ്റീവിലാണ് അച്ഛൻ ഇതൊക്കെ സംസാരിക്കണമെന്ന് ഓർക്കണം. ദൈവത്തോട് ഉടമ്പടി ചെയ്തവർ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള നല്ല അവസരങ്ങൾ ശരിക്കും പ്രയോജനപ്പെടുത്തണം. ദൈവത്തെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഈശോയുടെ നാമത്തിൽ ഉയർത്തിയ ദൈവപിതാവിന് നന്ദി. എൻ്റെ പേര് എഡ്വിന ജോണി. ഇതെൻ്റെ മമ്മി സോഫി ജോണി. ഞാനിവിടെ പറയാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ നടന്ന എനിക്കൊരു രോഗസൗഖ്യത്തെക്കുറിച്ചും എൻ്റെ പഠനമേഖലയിൽ മാതാവും ഈശോപ്പയും എന്നെ എത്രമാത്രം ഹെൽപ്പ് ചെയ്തതിനെക്കുറിച്ചാണ്. ഞാൻ +2 ശേഷം ഹൈദരാബാദിനടുത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ BSc നഴ്സിങ്ങിന് ജോയിൻ ചെയ്ത ശേഷം എനിക്ക് അവിടുത്തെ ഫുഡോ ഹോസ്റ്റലോ ഒട്ടും തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. അത് കാരണം എനിക്ക് പല രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി. ഗ്യാസ്ട്രൈറ്റിസും ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം. അങ്ങനെ എനിക്ക് പഠിക്കാനോ ക്ലാസ്സിൽ പോകാനോ ഒന്നും തന്നെ സാധിച്ചില്ല. ഞാൻ മിക്കപ്പോഴും ലീവ് എടുത്ത് റൂമിൽ തന്നെ ആയിരിക്കും. ഇല്ലെങ്കിൽ ഒട്ടും വൈകിൽ മാംസിനോടൊക്കെ പറഞ്ഞ് സിക്ക് ലീവ് എടുത്ത് വീട്ടിൽ വരുമായിരുന്നു. അത് കാരണം എനിക്ക് എക്സാമിന് കറക്റ്റായിട്ടൊന്നും പ്രിപ്പയർ ചെയ്യാനൊന്നും സാധിച്ചില്ല. അങ്ങനെ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ടൈമായി. അപ്പോഴാണെങ്കിലും എനിക്ക് ഇങ്ങനെ തന്നെ ഭയങ്കര പ്രോബ്ലംസ്, വയറുവേദന, വോമിറ്റിങ്, അങ്ങനത്തെ പല ഇഷ്യൂസും ഉണ്ടായി. അങ്ങനെ എക്സാമിൻ്റെ തലേദിവസമാണെങ്കിലും ഞാൻ ഹോസ്പിറ്റലിൽ IV ഇട്ട് കിടക്കുമായിരുന്നു. അത് കാരണം എനിക്ക് ഫസ്റ്റ് ഇയറിൻ്റെ എക്സാമിന് ഒട്ടും തന്നെ നന്നായി പ്രിപ്പയർ ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ എനിക്ക് ഫസ്റ്റ് ഇയറിൽ ഒരു സപ്ലി കിട്ടി. അതുവഴിയാണ് ഞാൻ മാതാവിലോട്ടും ഈശോപ്പിലോട്ടും കൂടുതൽ അടുക്കാൻ തുടങ്ങിയത്. അങ്ങനെ സൈക്കോളജി ആയിരുന്നു സബ്ജക്റ്റ്. ആ സബ്ജക്റ്റ് എനിക്ക് ഇച്ചിരി ടാസ്ക് ആണെങ്കിലും ഞാൻ അത്യാവശ്യം മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിനുവേണ്ടി. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഓൺലൈൻ ഉടമ്പടിയിൽ ഞാൻ മാതാവിന് വെച്ച നിയോഗം, മാതാവ് എന്നെ എങ്ങനെയെങ്കിലും ഈ സൈക്കോളജി എക്സാമിനൊന്ന് പാസ്സാക്കി എടുക്കണമെന്നായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുത്തു. ഉടമ്പടിയിലെ കാര്യങ്ങളെല്ലാം ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്തു. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിലും അധികം മാർക്ക് നൽകി മാതാവിനെ അനുഗ്രഹിച്ചു.
അപ്പോഴും ഞാൻ മാതാവിനോട് എനിക്ക് ഇങ്ങനെ ഗ്യാസിൻ്റെ പ്രോബ്ലം, ഗ്യാസ്ട്രൈറ്റിസ്, എനിക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, അതൊന്നും ഞാൻ അത്രയ്ക്കൊന്നും പറഞ്ഞില്ല. ഞാൻ എൻ്റെ പരാതിയെല്ലാം എൻ്റെ മമ്മീനെ വിളിച്ചായിരുന്നു വീട്ടിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ഫുൾ ടൈം കരച്ചിലും ഞാൻ ഇവിടുന്ന് നിർത്തുക, എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ കോഴ്സ് തന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്താലോ എന്ന് തന്നെ ഒരു ചിന്തയുണ്ടായി. അങ്ങനെ മമ്മി എനിക്ക് വേണ്ടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മാതാവിൻ്റെ അടുത്ത് എൻ്റെ കാര്യങ്ങളൊക്കെ മമ്മി പറഞ്ഞു. അങ്ങനെ എൻഡോസ്കോപ്പി ചെയ്യാൻ വേണ്ടി ഞാൻ സെക്കൻഡ് ഇയർ ആയിരുന്നപ്പം ഒരു മാസം ക്രിസ്മസ് വെക്കേഷന് ഒരു മാസം മുമ്പ് ഞാൻ സിക്ക് ലീവ് എടുത്ത് നാട്ടിൽ വന്നു. അങ്ങനെ എൻഡോസ്കോപ്പിയൊക്കെ ചെയ്തു. അങ്ങനെ മമ്മിയുടെ ഉടമ്പടിയിൽ ജോസഫ് അച്ഛനെ കാണാൻ എനിക്ക് ഒരു അവസരം കിട്ടി. അങ്ങനെ അച്ഛൻ എൻ്റെ തലയ്ക്ക് പിടിച്ച് ബ്ലെസ് ചെയ്ത് സൈത്ത് പൂശി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതിനുശേഷം ഞാൻ തിരിച്ച് ഹോസ്റ്റലിൽ പോയി എനിക്കിങ്ങനെ ഗ്യാസിൻ്റെ ഇഷ്യൂസ് പതിയെ കുറയാൻ തുടങ്ങി. എനിക്ക് പഠിത്തത്തിലൊക്കെ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ എൻ്റെ ഗ്യാസ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ അസുഖങ്ങളും മാറി. ഞാൻ തേർഡ് ഇയറിൽ ഫുൾ അറ്റൻഡൻസിൽ ആ തേർഡ് ഇയർ അക്കാഡമിക് ഇയർ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഫോർത്ത് ഇയറിൽ എത്തി. എക്സാമിലൊക്കെ ആണെങ്കിലും മാതാവും ഈശോപ്പ എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു. ഫോർത്ത് ഇയർ ആയിരുന്നപ്പം എനിക്കാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. ഫോർത്ത് ഇയർ ഒരു നവംബറൊക്കെ ആയപ്പം എൻ്റെ കൈക്ക് ശക്തമായ ഒരു വേദന ഉണ്ടായി. ആദ്യമൊന്നും ഞാൻ വലിയതായിട്ട് മൈൻഡ് ചെയ്തില്ല. അതിനുശേഷം എനിക്ക് എഴുതാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി, സാധനങ്ങൾ പിടിക്കുമ്പോൾ ഭയങ്കര വേദനയായി. അങ്ങനെ ഞാൻ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ കാണിച്ചു. അപ്പോൾ അവർ ഒരു MRI സ്കാൻ ചെയ്തു. MRI സ്കാൻ ചെയ്തപ്പോൾ കയ്യിലൊരു ചെറിയ സിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നാൽ സിസ്റ്റ് അല്ലേ, നമുക്ക് വീട്ടിൽ പോയി കാണിക്കാമെന്ന് ഓർത്ത് ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇത് കുഴപ്പമില്ല, തന്നെ പൊക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവർ തന്ന മരുന്നൊക്കെ കുറച്ച് കഴിച്ചു. പിന്നെ എക്സാം ഒക്കെ എടുക്കാറായപ്പം എനിക്ക് പിന്നെ ശക്തമായ വേദന, കൈവച്ച് എഴുതാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായി. ഇങ്ങനെയാണെങ്കിൽ എക്സാം ഞാൻ എങ്ങനെ അറ്റൻഡ് ചെയ്യും? അപ്പോൾ അതുവരെ ഞാൻ എൻ്റെ ഉടമ്പടിത്തൈലം ഞാൻ കയ്യിൽ പൂശിയില്ലായിരുന്നു. ഞാൻ നെറ്റിയിലായിരുന്നു എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അന്ന് മുതൽ ഞാൻ കയ്യിൽ വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം, ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് ശേഷം കയ്യിൽ തൈലം തൂത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ പോലും മറന്നുപോയി എൻ്റെ കയ്യിലെ വേദനയുടെ കാര്യം. എനിക്ക് നന്നായിട്ട് എഴുതാനൊക്കെ സാധിച്ചു. പിന്നെ ഫോർത്ത് ഇയറിൻ്റെ എക്സാം എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യത്തെ 2 എക്സാമൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. മൂന്നാമത്തെ എക്സാം BSc നഴ്സിംഗ് പഠിക്കുന്നവർക്കറിയാം, നഴ്സിംഗ് റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അത് 2 A പാർട്ടും B പാർട്ടുമാണ്. പക്ഷേ എക്സാമിന് മാർക്ക് വരുമ്പോൾ ഒരുമിച്ചാണ് വരുന്നത്. അങ്ങനെ ഞാൻ ആദ്യത്തെ A പാർട്ട് അറ്റൻഡ് ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഞാൻ കാശ് രൂപമൊക്കെ പിടിച്ചാണ് അറ്റൻഡ് ചെയ്ത്. എഴുതി വന്നപ്പോൾ പേപ്പറിൻ്റെ കട്ടി കുറയാൻ തുടങ്ങി. അപ്പം ഞാൻ ഓർത്തില്ല, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എൻ്റെ പേപ്പർ തീരാറായി. എനിക്ക് ബാക്കിയും കുറച്ച് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ടെൻഷൻ കാരണം അത് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനെ തന്നെ മുറുക്കി വിളിച്ച് പ്രാർത്ഥിച്ചു. ലാസ്റ്റ് വന്നപ്പം ഞാൻ എഴുതിയത് മൊത്തം പൊട്ടത്തെറ്റായിപ്പോയി. എന്നാ എഴുതേണ്ട ഒന്നും ഞാൻ കറക്റ്റായിട്ടൊന്നും ചെയ്തില്ല. ടെൻഷൻ കാരണം എല്ലാം മറന്നുപോയി. അതുപോലെ തന്നെ എനിക്ക് B പാർട്ടും ഈ ഫസ്റ്റ് A പാർട്ട് മൊത്തം ലാസ്റ്റ് വന്നപ്പോൾ തെറ്റിപ്പോയതുകൊണ്ട് എനിക്ക് B പാർട്ട് ഒട്ടും തന്നെ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ ഞാൻ മാതാവിനെ വിളിച്ചു ശരിക്കും പ്രാർത്ഥിച്ചു. ഞാൻ എല്ലാ എക്സാമിന് പോകുമ്പോഴും ഉപ്പും തൈലവും കൊണ്ടുപോയാണ് എക്സാമെല്ലാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ പേപ്പർ എഴുതി തീർത്ത് ടൈം തീർന്നപ്പോൾ ഞാൻ എൻ്റെ അവിടുത്തെ ഇൻവിജിലേറ്ററിന് കൊടുത്തു. അത് കൊടുത്തപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞത്, മാതാവേ ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം, എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഈശോയുടെ നാമത്തിൽ എന്നെ ഉയർത്തണേ എന്നാണ് പ്രാർത്ഥിച്ചത്. അങ്ങനെ റിസൾട്ട് വരാറായപ്പം എനിക്ക് ടെൻഷനുണ്ട്. പക്ഷേ എൻ്റെ ഉറപ്പെന്ന് പറയുന്നത് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഈശോപ്പ എൻ്റെ കൂടെയുണ്ട്, വചനമായ നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. ഇതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഉറപ്പ്. പക്ഷേ ചെറിയ ടെൻഷനുണ്ട്, അത് ഞാൻ കാര്യമാക്കിയില്ല. അങ്ങനെ റിസൾട്ട് വന്ന് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു ഫോർത്ത് ഇയറിന്. അതുപോലെ തന്നെ ഞാൻ അതിനേക്കാളും കൂടുതൽ ആ സബ്ജക്റ്റിൻ്റെ മാർക്കാണ് ഞാൻ ആദ്യം മാർക്ക് ലിസ്റ്റ് വന്നപ്പോൾ നോക്കിയത്. ഞാൻ അവിടെ വെച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചത് 75-ൽ 38 പാസ് മാർക്ക്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എങ്ങനെയെങ്കിലും ജസ്റ്റ് ഒരു 38 മാർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടാൻ മാതാവ് വിചാരിച്ച് നടക്കത്തില്ല എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്ക് 75-ൽ മാതാവ് 50 മാർക്ക് നൽകി എന്നെ അനുഗ്രഹിച്ചു. പിന്നെ പ്രേക്ഷിത വേലയെന്ന് പറയുമ്പോൾ ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പത്രം
ഞാൻ ബസ് സ്റ്റാൻഡിലും ഹോസ്പിറ്റലിലും ഒക്കെ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. പിന്നെ ഞാനവിടെ പഠിക്കുമ്പോൾ അവിടെ തെലുങ്ക് സ്റ്റുഡൻസ് ഒക്കെയാണ്. അപ്പം അവർക്കാണെങ്കിൽ ഞാൻ വചനം ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കുകയും മാതാവിൻ്റെ കാര്യവും ഈശോപ്പയുടെ കാര്യമൊക്കെ പറയുകയും നന്മ നിറഞ്ഞു പറയും ഈ സ്വർഗ്ഗസ്നാപിതാവൊക്കെ ഇംഗ്ലീഷിൽ അവർക്ക് എഴുതി കൊടുക്കുകയും ഈ കാശുരൂപം എന്താണെന്നൊക്കെ പറയുകയും കൃപാസനത്തെക്കുറിച്ചൊക്കെ പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ പിള്ളേർക്ക് തെലുങ്കൂസിന് ഞാൻ കൊന്ത കൊടുക്കുകയും മാതാവിൻ്റെ രൂപമൊക്കെ കൊടുക്കുകയും ചെയ്യുമായിരുന്നു. പിന്നെ കാരുണ്യപ്രവർത്തികൾ എന്ന് പറയുമ്പം ഞാൻ അവിടുത്തെ ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ അടുത്ത് ഹൈദരാബാദിൽ ഒരു ഓർഫനേജ് ഹോം ഉണ്ട്. അപ്പോൾ അവിടെ പോയി അവിടുത്തെ പിള്ളേരെ കാണുകയും അവർക്കായിട്ട് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുമായിരുന്നു. പിന്നെ നാട്ടിൽ വരുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഓൾഡേജ് ഹോം ഉണ്ട്. അപ്പോൾ അവിടുത്തെ അമ്മച്ചിമാരെയൊക്കെ പോയി കാണുമായിരുന്നു. ആത്മീയ ജീവിതം എന്ന് പറയുമ്പം എനിക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് പറയാം, ഉടമ്പടിക്ക് മുമ്പ് ഉടമ്പടിക്ക് ശേഷം. ഉടമ്പടിക്ക് മുമ്പെന്ന് പറയുമ്പം ഞാൻ ഒരു നോർമൽ ലൈഫ്, ഞായറാഴ്ച കുർബാന, എല്ലാവരും കൂടി ഒരു പ്രാർത്ഥന, അത്രയേ ഉള്ളായിരുന്നു. പക്ഷേ ഉടമ്പടിക്ക് ശേഷം എന്ന് പറയുമ്പം എൻ്റെ റൂമിൽ ഞങ്ങൾ റൂംമേറ്റ്സ് എല്ലാവരും കൂടി വൈകുന്നേരം 6 മണിക്ക് ഞങ്ങൾക്ക് പള്ളിയിലൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ വൈകുന്നേരം 6 മണിക്ക് മുടങ്ങാതെ പരിശുദ്ധ കുർബാന പങ്കുകൊള്ളുമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് രാവിലത്തെയും വൈകുന്നേരത്തെയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും 5:30 ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ കഴിഞ്ഞ ഒക്ടോബറിൽ ഇവിടെ അഖണ്ഡ ജപമാല റാലി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനനുബന്ധമായിട്ട് ഞങ്ങൾ ഒക്ടോബറിൽ ഞങ്ങളുടെ ഹോസ്റ്റലിൽ 4th ഇയർ ബാച്ച് എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾ അഖണ്ഡ ജപമാല റാലിയല്ല ഞങ്ങൾ അഖണ്ഡ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. പിന്നെ എനിക്ക് നന്നായിട്ട് വചനം ചെല്ലാനും വചനം പഠിക്കാനുമുള്ള ഒരു കൃപയാഭിഷേകം ഈ ഉടമ്പടിയിലൂടെ എനിക്ക് കിട്ടി. ഇത്രയൊക്കെ ചെയ്തെന്ന പരിശുദ്ധ ദൈവമാതാവിനും എൻ്റെ ഈശോപ്പയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ മോള് പറഞ്ഞ പോലെ അവളിത് ഈ നേഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. അതുപോലെ അവൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 1 വർഷം കഴിഞ്ഞ് തിരിച്ച് പോരാൻ വേണ്ടി തന്നെ തീരുമാനിച്ചു. പക്ഷേ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹത്താൽ കോഴ്സ് പൂർത്തിയാക്കാൻ അനുഗ്രഹിച്ചു. ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. എനിക്ക് ഈ ഉടമ്പടി വഴി ഏറ്റവും കൂടുതൽ ലഭിച്ച ഒരു അനുഗ്രഹം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ, ദൈവമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്, ക്ഷമിക്കണം. ദൈവമായിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ എനിക്ക് ഉണ്ടായി. കാരണം ഞാനിപ്പോൾ ഇപ്പം എന്തെങ്കിലും വിഷയം ഓർത്ത് പ്രാർത്ഥിക്കുകയോ വിഷമിക്കുകയോ ചെയ്യുവാണെങ്കിൽ ഉടനെ തന്നെ എന്തെങ്കിലും വചനം എടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്താണ് വിഷമിക്കുന്നത് അതിന് ദൈവം എനിക്ക് ഉടനെ ഉത്തരം നൽകും. അതുപോലെ തന്നെ ചൊവ്വാഴ്ചത്തെ ധ്യാനം ഞാൻ ഒരെണ്ണം പോലും സ്കിപ്പ് ചെയ്യാതെ എല്ലാം കാണുമായിരുന്നു. ഇപ്പം അതും എനിക്ക് എന്തെങ്കിലുമൊക്കെ മെസ്സേജ്, ഞാൻ എന്തെങ്കിലും വിഷയം ഓർത്ത് പ്രാർത്ഥിക്കുകയോ ബുദ്ധിമുട്ടോ ചെയ്യുവാണെങ്കിൽ അച്ഛൻ തരുന്നത് ചിലപ്പോൾ എൻ്റെ വിഷയം റിലേറ്റ് ചെയ്തിട്ടുള്ള മെസ്സേജസ് ആയിരിക്കും. അതുപോലെ തന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 5:30 ഡെയിലി ബ്രെഡ് കാണുകയും സാക്ഷ്യങ്ങൾ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുകയും സ്റ്റാറ്റസൊക്കെ ഇടും. ഇത്രയൊക്കെ അനുഗ്രഹം എനിക്ക് നൽകിയ പരിശുദ്ധ ദൈവമാതാവിനും ഈശോപ്പയ്ക്കും ഒരുപാട് നന്ദി. യോന പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 2-ാം തിരുവചനം. എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. പാതാളത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു, അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു. എഡ്വീന എന്ന ഈ മകൾ എഡ്വീനയുടെ അമ്മയോടൊപ്പം വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റു പറയുമ്പോൾ ഈശോയോട് ഉടമ്പടി ചെയ്ത എല്ലാ മക്കൾക്കും വളരെ പ്രത്യാശയോടും വിശ്വാസത്തോടും കൂടി ജീവിച്ചാൽ ഉടമ്പടി എന്താണെന്ന് സ്വയം മനസ്സിലാക്കി ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ജീവിതത്തിലെ ആത്മീയവും ഭൗതികവുമായ വലിയ വ്യത്യാസങ്ങളെക്കുറിച്ചാണ് ഈ മകളോട് ഏറ്റുപറഞ്ഞത്. തൻ്റെ പരീക്ഷാ കാലഘട്ടത്തിൽ BSc നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരീക്ഷാ സമയത്തുണ്ടായ വളരെ ബുദ്ധിമുട്ടുകളും അങ്ങനെ ഈശോയോട് ചെയ്ത ഒരു കമ്മ്യൂണിക്കേഷനെ കുറിച്ച് മോൾ പ്രത്യേകമായി ഏറ്റുപറയുകയായിരുന്നു. മകൾക്ക് ഒരു വലിയ മാർക്ക് ലഭിച്ചത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിലാണെന്ന് മകൾ ഏറ്റുപറയുകയാണ്. വചനത്തിൽ ഉറച്ച് വിശ്വസിച്ച് വചനം വായിച്ചുകൊണ്ട് ഈശോയെ കൂടുതൽ ആഴപ്പെടുത്തി ജീവിച്ചപ്പോൾ തൻ്റെ പരീക്ഷയ്ക്ക് എന്തെഴുതണം എന്ന് ഈശോ തന്നെ, പരിശുദ്ധാത്മാവ് തന്നെ മകളെ പറഞ്ഞ് പഠിപ്പിച്ച് പരീക്ഷ എഴുതി. ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റിന് മകൾ ഈശോയോട് ചോദിച്ചത് എനിക്ക് അറ്റ്ലീസ്റ്റ് പാസ് മാർക്ക് 38 മാർക്ക് മതി എന്നാണ്. പക്ഷേ ഔട്ട് ഓഫ് 75 മകൾക്ക് 50 മാർക്ക് കിട്ടി. നല്ലൊരു മാർക്കോടുകൂടി മകൾക്ക് പാസ്സാവാൻ സാധിച്ചു. അതിന് ഈ മകൾക്ക് വളരെയധികം ആസ്തിയുണ്ട്, ആധ്യാത്മിക ആസ്തിയുണ്ടെന്ന് പറയാൻ കാരണം ഇവരുടെ 4th ഇയർ ബാച്ചിലെ 43 പേരും കൂടിയാണ് ഇവിടെ അഖണ്ഡ ജപമാല നടക്കാനിരുന്നതിന് മുൻകൂടിയായി ഒക്ടോബർ 1 അവർ അഖണ്ഡ ജപമാല കാഴ്ചവെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു എന്നേറ്റു പറയുന്നു.
ഇതുപോലെ ഏതെല്ലാം സമയങ്ങളിൽ അവർക്ക് ഈശോയെ പ്രഖ്യാപിക്കുവാനുണ്ടോ, ഈശോയെ ഏറ്റുപറയാനുള്ള സാഹചര്യങ്ങളിലെല്ലാം ഹോസ്പിറ്റലുകളിലും സമീപ പ്രദേശങ്ങളിലുമെല്ലാം അവർ മടികൂടാതെ ഈ പരിശുദ്ധ അമ്മയെയും ഈശോയെയും ഏറ്റുപറഞ്ഞ് ജീവിച്ചിരുന്നു. അങ്ങനെ ഒരു ജീവിതം തുടങ്ങുന്നതിന് മുൻപ് തന്നെ, ഒരു പ്രൊഫഷനിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ ഒരു ആസ്തി അവർക്കുണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്ന് ഏറ്റുപറയുകയാണ്. അതുപോലെ തന്നെ ഈ മകൾക്ക് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്ന IBS അസുഖം വന്നപ്പോൾ ഇവിടെ നിന്നുണ്ടായ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ സൗഖ്യമുണ്ടാകി എന്നും കൂടി സാക്ഷ്യപ്പെടുത്തുകയാണ്. ഒരു അസ്വസ്ഥതയിലൂടെ, അസുഖത്തിലൂടെയെല്ലാം സൗഖ്യവും സമാധാനവും സന്തോഷവും നൽകി എന്ന് ഈശോ അനുഗ്രഹിച്ചതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ്. അതിനേക്കാളെല്ലാം അപ്പുറം ഈശോയോട് കൂടെ ചേർന്ന് നിൽക്കാൻ ഈ മകൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ബേസ് ഉടമ്പടിയിലൂടെയാണ്. എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഉടമ്പടി മാത്രമേ ഉള്ളൂ എന്ന് വളരെ ശക്തമായി ഏറ്റുപറയാൻ, ഈശോ എന്നിൽ ജീവിക്കുന്നുണ്ട് എന്ന് ഏറ്റുപറയാനുള്ള ഒരു കരുത്തും ചങ്കൂറ്റവും ഇന്ന് ഈ മകൾക്ക് വളരെ ചെറുപ്രായത്തിൽ തന്നെ ലഭിച്ചിരിക്കുകയാണ്. എഡ്വിനയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം പഠനത്തിലായിരിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പല അമ്മമാരും വന്ന് പറയാറുള്ളത്, എൻ്റെ മക്കൾക്ക് BSc നഴ്സിംഗ് പഠിക്കുമ്പോൾ സമയമില്ല. പക്ഷേ ഇങ്ങനെ ഒരു രോഗാവസ്ഥയിലായിരിക്കുന്ന മക്കൾക്ക് എങ്ങനെയാണ് സമയമുള്ളത് എന്ന് അവർ തന്നെ പറയുകയാണ്. നമ്മുടെ ആവശ്യമാണോ, അത്യാവശ്യമാണോ, അത്യാഗ്രഹമാണോ എന്നെല്ലാം തിരിച്ചറിയാനുള്ളത് ഉടമ്പടി കൂടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവരുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. ONC ടോം. ഞാൻ വരുന്നത് അങ്കമാലി കോക്കോന്ന് സെൻറ്റ് ജോസഫ്സ് ചർച്ചിൽ നിന്നാണ്. 2014-15 കാലഘട്ടത്തിൽ ഞാനിവിടെ വന്നായിരുന്നു. വരുമ്പോൾ എനിക്ക് ഇങ്ങനെ മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടതാണെന്നോ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനൊന്നും എനിക്ക് തോന്നില്ല. ഞാൻ വരുമ്പോൾ ഒരു 12 മണിയായി. ഞാൻ അവിടെ ടോക്കൺ എടുത്തു. ഒരു 2:30-3 മണി വരെ അവിടെ ക്യൂ നിന്നു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചെൻ്റെ വീട്ടിൽ പോയി. അന്ന് വരാനുണ്ടായ കാരണം, ഞങ്ങൾ 2 ഹിറ്റാച്ചി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് രത്നഗിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് പണിയാൻ കൊണ്ടുപോയപ്പോൾ അവിടെ കത്തിപ്പോയിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ ഇൻഷുറൻസ് ക്ലെയിം ഞങ്ങൾക്ക് ശരിയായി കിട്ടിയില്ല. അതിൻ്റെ പേരിലാണ് ഞാൻ അന്ന് ഇവിടെ വരാൻ കാരണം. ഞങ്ങൾ കുറേ കാശ് അടച്ചു, പിന്നെ ഞങ്ങളെ കൊണ്ട് അടയ്ക്കാൻ പറ്റാതായി. അപ്പോൾ 2 വണ്ടിക്ക് കൂടി ഏകദേശം ഒരു 58 ലക്ഷം രൂപ കൂടി അടയ്ക്കാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബാങ്കുകാരോട് പറഞ്ഞു, നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് ചെയ്തോ, എന്നെ കൊണ്ട് അടയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ അന്ന് വന്നതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നത്. പിന്നെ 1 രൂപ പോലും ഞങ്ങൾ അടയ്ക്കേണ്ടി വന്നിട്ടില്ല. രണ്ടാമതായിട്ട് എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, നീ ഇവിടെ പോയി പ്രാർത്ഥിക്കുക, ഉടമ്പടി എടുക്കുക. അപ്പോൾ എനിക്കിത് കൃത്യമായിട്ട് പാലിക്കാൻ പറ്റുമോ, എല്ലാ ദിവസവും പള്ളി പോയി എങ്ങാൻ മുടക്ക് വരുമോ എനിക്കറിയില്ല. ഇത്രയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതായിരുന്നെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ എല്ലാവരോടും പറയും, എന്ത് പറഞ്ഞാലും ഞാൻ അവിടെ മാത്രം പോവില്ല. ഞാൻ എപ്പോഴും ധ്യാനങ്ങൾ കൂടും, പ്രാർത്ഥനകൾ ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും കൃപാസനത്തിൽ അച്ഛൻ്റെ ടോക്ക് വരുമ്പോൾ ഞാനത് തട്ടിക്കളയും. അതേപോലെ ഇവിടുത്തെ ഒരു പരിപാടി ഞാൻ കൂടാറില്ല. എനിക്കൊരു സ്റ്റിച്ചിങ് സെൻറ്ററും ഒരു ടെക്സ്റ്റൈൽ ഷോപ്പും കൂടി ഉണ്ടായിരുന്നു. അവിടെ ജോലിക്ക് വന്ന ചേച്ചിമാരിരുന്ന് കേൾക്കുമ്പോൾ ഞാൻ അവരോട് പറയും, അതെന്തിനാ, അത് കേൾക്കണമെന്നില്ല, നമ്മുടെ മാതാവിനോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. അതുപോലെ ഇവിടേക്ക് ആരെങ്കിലും വരുന്ന കാര്യം പറഞ്ഞ് ഞാൻ അവരോട് പറയും, നമ്മുടെ ഇവിടെ മാതാവൊക്കെ ഉണ്ടല്ലോ, നമ്മൾ എന്നിട്ട് ഇത്രയും ദൂരം അവിടെ പോയി പ്രാർത്ഥിക്കുന്നത്, നമ്മളിവിടെ പ്രാർത്ഥിച്ചാലും മാതാവ് കേൾക്കുമെന്ന് പറഞ്ഞ് ഞാൻ പരമാവധി മുടക്കാൻ നോക്കുമായിരുന്നു. എൻ്റെ സ്വന്തം വീട് കർണാടകയിലാണ്, എന്നെ ഇങ്ങോട്ട് കെട്ടിച്ചേക്കണതാണ്. എൻ്റെ അമ്മയുടെ വീടും ഇവിടെ കേരളത്തിൽ തന്നെയാണ്. അമ്മ എല്ലാ കൊല്ലം വരുമ്പോൾ എന്നോട് പറയും, നീ എന്നെ കൊണ്ടുപോകും മോള്. ഞാൻ പറയും, അവിടെ മാത്രം അമ്മേനെ കൊണ്ടുപോകില്ല, വേറെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാമെന്ന് പറയും. അത് അങ്ങനെ ഇരിക്കും. ഒരു ദിവസം അമ്മ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് അനിയത്തിമാരുടെ കൂടെ ഇങ്ങോട്ട് വരാൻ ഒരുങ്ങി എന്നെ കുറേ നിർബന്ധിച്ചു. ശരി അമ്മ, എന്നാൽ ഞാൻ വരാം. അപ്പോൾ എനിക്ക് ഭയങ്കര നടുവേദന വെച്ചാൽ ഇത്രയും കനത്തിൽ നീരുണ്ടാവും. എനിക്ക് ചേറയിൽ ഇരിക്കാൻ പറ്റില്ല. ഞാൻ പോവാത്ത ഡോക്ടർമാരില്ല, കഴിക്കാത്ത ആയുർവേദങ്ങളില്ല. ഒരു 3-4 വർഷമായിട്ട് ഞാൻ എത്ര 1000 രൂപ അതിന് വേണ്ടി ചിലവഴിച്ചിട്ടെന്ന് എനിക്കറിയില്ല. ഇവിടുന്ന് ആ റോഡിൽ പോണ വഴിയുള്ള എൻ്റെ വീട്ടിൽ നിന്ന് ഷോപ്പിലേക്ക് അത്രയും ദൂരം എനിക്ക് നടന്ന് പോകാൻ പറ്റില്ല. അവിടെ ചെന്നാലും എനിക്ക് ചേറയിൽ ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ നിന്ന് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. പക്ഷേ ഇവിടേക്ക് വരാൻ ഞാൻ എപ്പോൾ തീരുമാനിച്ചു ആ നിമിഷത്തിൽ എൻ്റെ നടുവേദന മാറി എന്നുള്ളത്. പിന്നെ ഇന്ന് വരെ എനിക്ക് ആ നടുവേദന ഉണ്ടായിട്ടില്ല. ഞാൻ ഈ കൊല്ലം മലയാറ്റൂരും മലയും കയറി ഇറങ്ങി. ഈ നടുവേദന വന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒട്ടും നടക്കാൻ പറ്റില്ല, ഭാരം എടുക്കാൻ പറ്റില്ല, മിറ്റടിക്കാൻ പറ്റില്ല. ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ ഇവിടെ വരാൻ തീരുമാനിച്ച ആ സെക്കൻഡിൽ തന്നെ എൻ്റെ ആ വേദന മാറിയിട്ട് പിന്നെ ഇന്ന് വരെ എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാനിവിടെ വന്നപ്പോൾ 5ാമത്തെ ഉടമ്പടിയാണ് പുതുക്കിയേക്കണത്. മാതാവിനോട് ചോദിച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാനിന്ന് എനിക്കൊരു വലിയ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയും, മാതാവേ ദേ ഇന്നതാണ് എൻ്റെ ആവശ്യമെന്ന് നിനക്കറിയാം, എന്നെ സഹായിക്കാൻ നീ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല.
പക്ഷെ വൈകുന്നേരം ആകുമ്പോഴത്തേനും ആ കാര്യം ഭംഗിയായിട്ട് എനിക്ക് സാധിച്ചു കിട്ടിയിരിക്കും. കാശിൻ്റെ ആവശ്യമാണെങ്കിൽ ഞാൻ ഇവിടെ വരുമ്പോൾ കുറേ ബാധ്യതകളൊക്കെ ആയിട്ട് ഞാൻ വന്നേ. പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല, വളരെ സമാധാനത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ്. പിന്നെ എൻ്റെ തലയുടെ ലെഫ്റ്റ് സൈഡ് മരയിക്കുമായിരുന്നു, ഭയങ്കര മരയിപ്പം വേദനയ്ക്കായിരുന്നു. അപ്പം ഞാൻ അവിടെ ന്യൂറോനെ കണ്ടു LF-ൽ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 6 മാസം മുടങ്ങാതെ മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു. ഞാൻ 2 ദിവസത്തേക്കുള്ള മരുന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് കഴിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ ഈ ഗുളിക കഴിക്കുന്നില്ല, നാളെ ഞാൻ കൃപാസനത്തിൽ പോകാമെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് ഒരു 12 മണിയൊക്കെ ആയപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. 3-3:30 വരെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അവിടെ വിളക്കിലൊഴിക്കുന്ന തൈലം എടുത്ത് ഞാൻ പുരട്ടി പ്രാർത്ഥിച്ച് ഞാൻ പോയി. പിന്നെ എനിക്ക് ആ വേദന ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഏകദേശം 1 കൊല്ലാവാറായിട്ടുണ്ട്. എൻ്റെ കാലിൻ്റെ അടിയിൽ ഒരു ആണി ഉണ്ടായിരുന്നു. എനിക്ക് പള്ളിയിലൊക്കെ പോയി ആ ടൈലും എങ്ങനെ ചവിട്ടി നിൽക്കാൻ പറ്റില്ല, കാല് ഭയങ്കര മരയിപ്പായിരുന്നു. അതൊക്കെ എനിക്കിപ്പോൾ മാറിക്കിട്ടി. ഞാൻ എന്ത് ചോദിച്ചാലും ആ സെക്കൻഡിൽ എനിക്ക് സാധിച്ചു കിട്ടുന്നുണ്ട്. മാതാവ് വെച്ചാൽ എനിക്കറിയില്ല, എനിക്കത് പറയാൻ പറ്റില്ല. അത്രയും ഇവിടെ വന്നാൽ ഞാൻ എല്ലാ മാസം തന്നെ വരും, മിക്കപ്പോഴും മുടങ്ങാണ്ട് തന്നെ. ഞാനിവിടെ വന്ന ഒരു 12 മണിയാകുമ്പോൾ വന്ന 3:30-3:45 ആകുമ്പോൾ പോകുമ്പോൾ എനിക്ക് സങ്കടമാണ്. കുറച്ച് നേരം കൂടി ഇരുന്ന് പ്രാർത്ഥിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ അങ്കമാലി എത്താനുള്ളത് കൊണ്ട് ഞാൻ പോവും. ഞാൻ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടോ അതൊക്കെ എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട്. മാതാവിനോട് ചോദിക്കുന്ന ഒരു കാര്യവും മാതാവ് സാധിച്ചു തരാതിരിക്കില്ല. വിശ്വാസത്തോടെയും വിശുദ്ധിയോടുകൂടി നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് ഒരിക്കലും സാധിക്കാതെ പോവില്ല. ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം ഇവിടുന്ന് പത്രം വാങ്ങിച്ച് ഞാൻ കൊണ്ടുപോകാറുണ്ട്. എല്ലാ മാസം വരുമ്പോൾ 1-2 എൻ്റെ കയ്യിൽ പൈസ ഉള്ളതിൻ്റെ അനുസരിച്ച് ഞാൻ വാങ്ങിച്ച് അവിടെ ഹോസ്പിറ്റലുകളിലും ആശുപത്രിയിൽ പിന്നെ ബസ്സിൽ ഇവിടുന്ന് ട്രെയിനിൽ കയറുമ്പോൾ തുടങ്ങി ഞാൻ കൊടുക്കും. പിന്നെ കാശുരൂപം, ഉപ്പ്, തൈലം അത് വാങ്ങിച്ച് എപ്പോഴും ഞാൻ സ്റ്റോക്ക് വയ്ക്കും. വീട്ടിലിങ്ങനെ രോഗികളായിട്ട് വരുന്നവർ, പിന്നെ എന്തെങ്കിലും പഠിക്കാൻ പോയിട്ട് ജയിക്കാത്ത പിള്ളേർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അത് ഞാൻ കൊടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറയും. എൻ്റെ അനുഭവം ഞാൻ അവരോട് പറയും. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞങ്ങളുടെ അവിടെ ഒരു ആകാശപ്പറവകളുടെ ഇതുണ്ട്. ഞാൻ അവിടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും, പിന്നെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ എൻ്റെ സാമ്പത്തികത്തിന് ഒത്ത വിധത്തിൽ ഞാൻ ചെയ്യും. പക്ഷേ ഇപ്പോഴും എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ കുറേയും കൂടി തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ച് ജീവിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷെ എൻ്റെ സമയക്കുറവ് കൊണ്ട് അത്രയും എനിക്കങ്ങോട്ട് സാധിക്കുന്നില്ല. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തി. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 31-ാം തിരുവചനം. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. റോയൻസി എന്ന ഈ സഹോദരി പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റ് പറയുന്നത്, തൻ്റെ അവിശ്വാസത്തെ ദൂരീകരിച്ചുകൊണ്ട് കൃപാസനം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചാൽ ഈ പ്രത്യക്ഷീകരണം സത്യമാണെന്ന് തനിക്ക് തന്നെ വെളിപ്പെട്ടതിൻ്റെ വലിയ ഉദാഹരണമാണ്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ റോയൻസിയെ ഇവിടെ എത്തിക്കുന്നത് തന്നെ ഒരു വലിയ വെല്ലുവിളിയോടുകൂടിയാണ്. മറ്റുള്ളവരോട് വളരെയധികം നെഗറ്റീവായി പറഞ്ഞിരുന്നതാണ്. തൻ്റെ അമ്മയോടും സഹോദരങ്ങളോടും അയൽക്കാരോടും താനുമായി ബന്ധപ്പെടുന്നവരോടെല്ലാവരോടും നിങ്ങൾ എവിടെ പോയാലും കൃപാസനത്തിൽ മാത്രം പോകരുത്, നമുക്ക് നമ്മുടെ പള്ളിയിലും മാതാവിൻ്റെ പ്രത്യക്ഷമുണ്ടല്ലോ, അവിടെ പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ ഒരുപാട് മക്കളെ നിരുത്സാഹപ്പെടുത്തിയിരുന്ന ഒരു സഹോദരിയായിരുന്നു. പക്ഷേ അമ്മയുടെ നിർബന്ധം മൂലം നീ ഒന്ന് ഇവിടെ വരെ വരിക. ഈ മണ്ണിൽ കാല് ചവിട്ടിയവരെല്ലാം തന്നെ അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ള കഥകളെ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് റോയൻസി ഇവിടെ വരാം എന്ന് തീരുമാനിച്ച ആ ദിവസം തന്നെ, ആ നിമിഷം തന്നെ അത് മകളുടെ നടുവേദന, 4 വർഷമായിട്ടുണ്ടായിരുന്ന നടുവേദന അപ്രത്യക്ഷമായി സൗഖ്യപ്പെട്ടു എന്ന് മകൾ ഏറ്റുപറയുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഒരു സ്ത്രീ സുവിശേഷത്തിൽ 12 വർഷമായിട്ട് അവൾക്ക് രക്തസ്രാവം ഉണ്ടായിരുന്നു. ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലൊന്ന് തൊടാനെങ്കിലും സാധിച്ചെങ്കിൽ എന്ന് ആഗ്രഹിച്ച് അവൾ തിരക്കിനിടയിലൂടെ ഈശോയെ തൊട്ടപ്പോൾ അവൾക്ക് വളരെ ഉടൻ തന്നെ അവൾക്ക് സൗഖ്യമുണ്ടായി എന്ന് സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. ഈശോ ഉടനെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചത്, എന്നെ ആരാണ് സ്പർശിച്ചത്? എന്നിൽ നിന്ന് ശക്തി നിർഗളിച്ചു എന്നാണ് ഈശോ പറയുന്നത്. അതുപോലെ ഈശോയുടെ ശക്തി നാം എല്ലായ്പ്പോഴും ഈശോയെ അധികമായി സ്നേഹിക്കുമ്പോൾ ഈശോ നമുക്ക് കൈമാറുന്ന വിശ്വാസവും വിശ്വാസത്തിൻ്റെ ശക്തിയും
ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും അനുഭവവേദ്യമാവുകയാണ്. റോയൻസി വളരെ വിശ്വസ്തയോടുകൂടി നല്ല ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്ന, വളരെ ആത്മാർത്ഥമായി ദൈവിക കാര്യങ്ങളിലെല്ലാം ഇടപഴകുന്ന വ്യക്തിയാണ്. എങ്കിൽ തന്നെയും തൻ്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ ഇടപെടലുണ്ടാകുവാൻ വളരെ സമയമെടുത്തു എങ്കിലും അതൊരു പ്രകടമായ വിശ്വാസ പ്രഖ്യാപനമായിട്ട് ഇന്ന് ഈ മകൾ ഏറ്റുപറയുകയാണ്. അതുപോലെ തന്നെ തലയിലും മുഖത്തുമുണ്ടായിരുന്ന ആ മരവിപ്പ്, അതുപോലെ കാലിലെ ആണി, ഇതെല്ലാം ഇവിടെ വന്ന് ഉടമ്പടി തൈലം പൂശിയ ആ നിമിഷം തന്നെയാണ് ഈ മകൾക്ക് സൗഖ്യപ്പെട്ടത് എന്നേറ്റു പറയുന്നു. ഒരുപാട് മറ്റ് സൗഖ്യങ്ങളും സമാധാനവും ആശ്വാസവുമെല്ലാം ഈ മകൾക്ക് ഏറ്റുപറയുവാനുണ്ട്. പക്ഷേ ഇവിടെ സാക്ഷികളുടെ കുറവ് കൊണ്ട് മകൾക്കത് പറയാൻ സാധിക്കാത്തതാണ്. ദൈവം ഒരുപാട് ഇവരുടെ കുടുംബത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു. നന്മകൾ കാണാനും മറ്റുള്ളവർക്ക് എപ്പോഴും ഈശോയെക്കുറിച്ച് സംസാരിക്കാനുള്ള കൃപയും അഭിഷേകവും ഇന്ന് ഇവർക്കും ഇവരുടെ കുടുംബത്തിനും ലഭിച്ചിരിക്കുന്നു. നമുക്കെല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം അപേക്ഷിക്കാം. ലോകത്തിൻ്റെ അവസാനം വരെ, ലോകത്തിൻ്റെ അറ്റം വരെ സുവിശേഷം പ്രഘോഷിക്കുക, സുവിശേഷം എത്തിക്കുക എന്നുള്ളതാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന നമ്മുടെ വലിയ ഉത്തരവാദിത്തം. റോയൻസി ഇന്നത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കെപ്പോഴും ക്രിസ്തുവല്ല, ഞാനല്ല, ക്രിസ്തുവെന്നിൽ ജീവിക്കുന്നുവെന്ന് മറ്റുള്ളവരോട് പറയത്തക്ക വിധം പ്രകടമായ ഒരു വിശ്വാസ ജീവിതം നമുക്ക് ഏറ്റുപറയാം. റോയൻസിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.